ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സൗത്ത് കൊറിയൻ കോഫിയായ ഡൽഗോണ കോഫിയാണ്. ക്വാറന്റൈൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈവൻ ഭർത്താക്കന്മാരോട് വരെ ഭാര്യമാരെ വീട്ടിൽ സഹായിക്കണം എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പെട്ടെന്ന് തന്നെ അടക്കാം. നമുക്കാകെ 4 ഇൻഗ്രീഡിയൻസ് ഈ ഒരു കോഫി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് 3 ടീസ്പൂൺ, അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും 3 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളമാണ് ഇതും ഒരു 3 ടീസ്പൂൺ ആണ് നമുക്ക് ആവശ്യം. ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. നമുക്കാദ്യം ഈ കോഫിയുടെ ടോപ്പിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും ചൂടുവെള്ളവും ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടീസ്പൂൺ വീതമാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ യൂസ് ചെയ്യാം, വേണമെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 6-7 മിനിറ്റ് എടുക്കും ഈ ഒരു പ്രോസസ്സിന്. നല്ല ക്രീമി ആയിട്ട് കളർ, ഇപ്പോൾ ഡാർക്ക് കളറാണല്ലോ, ഇത് നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത് ക്രീമി പരുവം കണ്ടോ, ഇപ്പോൾ നല്ല ക്രീമി ലുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പരുവത്തിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കോഫി സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 ഐസ് ക്യൂബ് വീതം 2 ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സുകളിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. മധുരമുള്ള പാലോ മധുരം ചേർക്കാത്ത പാലോ ഉപയോഗിക്കാം, ഓരോരുത്തരുടെ താല്പര്യം പോലെ. ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ പാൽ ഇതിൽ ഗ്ലാസ്സുകളിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗം വീതമാണല്ലോ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല തിക്ക് ലെയറായിട്ട് നമ്മൾ ഈ ക്രീം ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇതേപോലെ തന്നെ വേണമെങ്കിൽ ബൂസ്റ്റിൻ്റെ പൗഡറോ അല്ലെങ്കിൽ സിന്നമണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താലും നല്ലൊരു ഭംഗിയും അതിൻ്റെ ഒരു ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ ഡൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി.